വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് തള്ളിപ്പറയുന്നു. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവരെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെയായിരുന്നു. ഇവനും ഗലീലിക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിനു മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർത്തു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പത്രോസിന്റെ വ്യക്തിത്വത്തിന്റെ വൈവിധ്യമാർന്ന മാനങ്ങൾ. ജനക്കൂട്ടത്തിന് സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ അവർ ബന്ധിക്കുകയും ഒരു കുറ്റവാളി എന്ന രീതിയിൽ വിചാരണയ്ക്കായി പ്രധാനാചാര്യന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ശിഷ്യന്മാരെല്ലാവരും തന്നെ ഭയപ്പെട്ട് യേശുവിൽ നിന്ന് ഓടിയകന്നു എന്നാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. എന്നാൽ പത്രോസ് മാത്രം അകലെ കൂടി ഈ പ്രയാണത്തെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് ലൂക്കാ സുവിശേഷകൻ നമ്മോടായി പ്രത്യേകം പറയുന്നു. പ്രധാനാചാര്യന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്ന യേശു വിസ്താരമോടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാത്രിയായതുകൊണ്ടും തണുപ്പ് വ്യാപകമായി ബാധിച്ചിരുന്നതുകൊണ്ടും ജനങ്ങൾ പ്രധാനാചാര്യന്റെ മുറ്റത്ത് തീ കായുകയായിരുന്നു. ഈ തീ കാഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കൂട്ടത്തിൽ ഒരു അപരിചിതനെ പോലെ പത്രോസും ചെന്ന് തീ കായാൻ ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലെ കടന്നു വന്ന ഒരു പരിചാരിക പത്രോസിനെ സസൂക്ഷ്മം വീക്ഷിച്ച് പത്രോസിനെ തിരിച്ചറിയുന്നു. ഉടനെ അത് അവൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇയാൾ യേശുവിന്റെ കൂടെ നടന്നിരുന്ന മനുഷ്യനാണ്. പത്രോസ് അവളോട് കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് തടിതപ്പാൻ ശ്രമിച്ചു എന്നുവരികിലും കുറെ കഴിഞ്ഞപ്പോൾ തീ കായാൻ വേണ്ടി വന്ന മറ്റൊരു മനുഷ്യൻ പത്രോസിനെ തിരിച്ചറിയുകയും ആള് യേശുവിന്റെ കൂടെ നടന്നിരുന്ന മനുഷ്യനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പത്രോസ് അയാളുടെ പ്രസ്താവനയെ നിഷേധിക്കുകയാണ് ചെയ്തത്. സമയം ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ടതിന് ശേഷം മറ്റൊരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്ന് പത്രോസിനെ തിരിച്ചറിഞ്ഞ് വളരെ തറപ്പിച്ചു പറയുന്നു. ഇയാളുടെ സംസാര രീതിയും ചേഷ്ടകളുമൊക്കെ കണ്ട് ഗലീലിയക്കാരനാണ് ഇയാൾ എന്നതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് യേശുവിന്റെ കൂടെ നടന്നിരുന്ന മനുഷ്യനാണ് ഇയാള് എന്ന് വളരെ ഉറപ്പായിട്ട് അയാള് പറയുന്നു. അയാളുടെ ഈ പ്രസ്താവനയോടും പത്രോസ് ഉറപ്പോടുകൂടി തന്നെ കള്ളം പറഞ്ഞ് നിഷേധിക്കുകയാണ്. ഞാൻ ഒരിക്കലും യേശുവിനെ അറിയുകയില്ല, താൻ പറഞ്ഞ് ശരിയല്ല എന്ന്. ആ അവസരത്തിലായിരുന്നു കോഴി കൂകുന്നതായിട്ട് പത്രോസ് കേട്ടത്. അവിടെ നിൽക്കുന്നത് ബന്ധിയല്ല എന്ന് മനസ്സിലായി. പത്രോസിന്റെ ഉള്ളിൽ എന്തോ ചില പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം പത്രോസ് പുറത്തേക്ക് പോകാനുള്ള പടിവാതിക്കലേക്ക് എത്തുന്നു. ആ സന്ദർഭത്തിലാണ് തൽക്കാലത്തേക്ക് വിസ്താരണ കഴിഞ്ഞുകൊണ്ട് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. യേശു പത്രോസിനെ അർത്ഥഗർഭമായി വീക്ഷിക്കുന്നു. ആ യേശുവിന്റെ നോട്ടം പത്രോസിന്റെ ആത്മാവിലാണ് തറച്ചു കയറിയത്. പത്രോസ് ഉടനെ തന്നെ ഓർത്തു, തന്റെ ഗുരു അല്പം മുമ്പ് പറഞ്ഞേയുള്ളൂ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഗുരുവിനെ ഉപേക്ഷിച്ച് പറയാനിടവരുമെന്ന്.
വാവിട്ട് കരയുകയാണ് പത്രോസ്. തനിക്ക് പറ്റിയ വലിയ തെറ്റിനെ പറ്റിയും അപരാധത്തെ പറ്റിയും പത്രോസിന് അപ്പോഴാണ് ആഴത്തിൽ അവബോധമുണ്ടാകുന്നത്. പത്രോസ് വിങ്ങിപ്പൊട്ടുന്നു. ഇവിടെയാണ് പത്രോസിന്റെ യഥാർത്ഥ മഹത്വം നാം ദർശിക്കുന്നത്. യൂദാസിലെ തീരെ ഇല്ലാതെ പോയതും പത്രോസിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള അവ്യത്യാസം. തെറ്റ് ചെയ്യുക മാനുഷികമാണ്, പക്ഷെ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ട് അംഗീകരിക്കാതെ പോയ യൂദാസും തെറ്റാണ് താൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായ പത്രോസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് നാം കാണേണ്ടത്. അങ്ങനെ പത്രോസ് ആത്മാർത്ഥമായി മനസ്തപിക്കുന്നു. പത്രോസിനോട് യേശു ക്ഷമിച്ചു കാണും. അതിന്റെ കൂടി സ്ഥിരീകരണമാണല്ലോ പിന്നീട് പത്രോസിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്റെ സഭയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും യേശുക്രിസ്തു ഏൽപ്പിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത്.